രാക്ഷസന്മാര് വാനര സൈന്യത്തിന്റെ അടുത്തെത്തി. എന്നാലെന്താ അവരങ്ങടെ പോകാൻ കാരണമെന്നാണെങ്കിൽ രാക്ഷസ ചക്രവർത്തി രാവണന്റെ കൽപ്പന പ്രകാരമാണ് ശുഗസാരണന്മാർ അങ്ങട് തന്നത്. അല്ല, രാവണനെന്തിനാ ഇപ്പൊ ഇവരെ അങ്ങടെ അയച്ചത് എന്നാണെങ്കിൽ ഹനുമാൻ ലങ്കയിൽ വന്ന് ലങ്കാദഹനവും കഴിഞ്ഞു പടകൽ കഴിഞ്ഞു. അപ്പോ രാവണൻ വിചാരിച്ചത് എന്താ? ഒന്നും പരിഭ്രമിക്കാനില്ല. ഏതോ ഒരു കുരങ്ങൻ വന്ന് ചില വികൃതിയൊക്കെ കാട്ടിട്ട് മടങ്ങി. സാരില്ല, ഒന്നും പരിഭ്രമിക്കാനില്ല. ഇരിക്കുമ്പോഴാണ് കേൾക്കണത് ആ രാമൻ കുറെ കുരക്കന്മാരെ കൂട്ടി ലങ്കയിലേക്ക് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോഴും രാവണൻ വിചാരിച്ചെന്താ? ഒന്നും പരിഭ്രമിക്കാനില്ല. എടോ, ഒരു കുരങ്ങൻ സമുദ്രം ചാടിയെന്ന് വെച്ച് എല്ലാ കുരങ്ങന്മാരും ചാടണമെന്നുണ്ടോ? ഇനി അഥവാ കുരങ്ങന്മാർ ചാടിയാലും ആ രാമൻ ചാടാൻ സാധിക്കില്ല അത് നിശ്ചയിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേൾക്കണത് രാമൻ സമുദ്രത്തിൽ സേന ബന്ധിച്ച് ലങ്കയിലെത്തിന് കഴിഞ്ഞുവെന്ന്. ലങ്കയുടെ ഉത്തര ഗോപുര ദ്വാരത്തിങ്കൽ സേനാധിവേശം ചെയ്ത് വർദ്ധിക്കുന്നുണ്ടെന്ന്. അപ്പൊ രാവണന് മനസ്സിലായി, ഈ രാമൻ താൻ വിചാരിച്ചത്ര നിസ്സാരക്കാരനല്ലാതെ. ഈ രാമനെയും ലക്ഷ്മണനെയും ശക്തിയൊക്കെ എന്ന് പറഞ്ഞ എന്താ ഒരു മാർഗം? നേരിട്ട് ചോദിക്കാൻ നിർവാഹമില്ലല്ലോ. പിന്നെ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് അറിഞ്ഞിച്ച് ചാരന്മാരെ ഞാൻ തീർച്ചയാക്കി. സാധാരണ യുദ്ധം ഉണ്ടാവുമ്പോൾ പതിവ ചാരന്മാരെ അയക്കാം. അതെ, എന്താ അവര് എത്ര പേരുണ്ട്, അവര് ഏത് ഭാഗത്തു കൂടി ആക്രമിക്കാം, അവരെപ്പോഴാ യുദ്ധം തുടങ്ങുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ അറിയാൻ ചാരന്മാരെ അയക്കൽ പതിവുണ്ട്. അപ്പോ രാവണന് ചാരന്മാരെ അയക്കാൻ നിശ്ചയിച്ചു. ഇതിപ്പോ ആരെ ഏൽപ്പിക്ക? ശത്രുക്കളുടെ അടുത്തേക്കല്ലേ ചെല്ലണത്, വളരെ പ്രാപ്തി ഉള്ളവരെ വേണം അയക്കാൻ. ഇതിപ്പോ ആരെ ഏൽപ്പിക്ക? തനിക്കോ ചാരനാകാൻ? തന്നോടാ ചോദിക്കണതേ, ചാരനാകാൻ പറ്റൂന്ന്. ചാരമാകാനല്ല കേട്ടോ, ഭസ്മായിട്ട് ഇവിടെ പോന്നാ പോരാ. കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട്